കർ- കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ലീഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തുള്ള സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതകൾ നോക്കി ലീഗിന്, അതുപോലെ തന്നെ ലീഗിനെ അനുകൂലിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക മത സംഘടനകൾ, അതുപോലുള്ള പല സംഘടനകൾ കാര്യങ്ങളൊക്കെ കർണാടകയിലുണ്ട്. അത്തരം സംഘടനകൾ ചിലതൊക്കെ ലീഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അത്തരം സംഘടനകളൊക്കെ നമ്മൾ യോഗം ചേരുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ ഇന്ത്യ രാജ്യത്ത് ഈ ഏകാധിപത്യ പ്രവണതക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയോട് കാണിച്ചതുപോലുള്ള നീതികേട്, ഇത് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് നാളെ എല്ലാവർക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രചാരം നടത്തും. വളരെ ഗൗരവമായി തന്നെ ആ പ്രചാരണ രംഗത്ത് ഞങ്ങൾ ഉണ്ട്. 3-ാം തീയതി ഇപ്പോൾ ഞങ്ങളുടെ എയർപോർട്ട് മാർച്ചാണ്, എയർപോർട്ട് സംഘമാണ്, എയർപോർട്ട് പ്രതിഷേധ സംഗമങ്ങളാണ്. 5-ാം തീയതി UDFൻ്റെ പരിപാടി രാജ്ഭവൻ സംഗമമുണ്ട്, ധർണയുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായ പരിപാടികളാണ്. അപ്പോൾ കർണാടകയിലും ഈ സന്ദേശം ക്യാരി ചെയ്തുകൊണ്ട് IUML നാഷണൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഞങ്ങളൊക്കെ ഈ ടീം ബഷീർ, ഞങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളുൾപ്പെടെ പരിപാടികൾക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ലീഗ് നേരിട്ട് മത്സരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതിനാണ്. BJP വീണ്ടും അവിടെ അധികാരത്തിൽ വരരുത് എന്നുള്ളതിനാണ്. കോൺഗ്രസ് ഗവൺമെൻറ് വരണം, മതേതര ഗവൺമെൻറ് വരണം എന്നുള്ളതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ നിലയിൽ കണ്ട് ക്യാമ്പയിൻ ഞങ്ങളെല്ലാവരും സജീവമായി ഇറങ്ങുന്നുണ്ട്. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. 5 കൊല്ലത്തേക്ക് എലക്ട് ചെയ്ത ഒരു MP അവിടെ ഉണ്ട്. അവിഹിത മാർഗത്തിലൂടെ പിന്നെ ഒരു MP ജനവിധി മറികടന്ന് വേറെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് പോവുക എന്നുള്ളതിനെ തന്നെ നമുക്കിപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ തെരഞ്ഞെടുപ്പിന് റെഡിയാണെന്നൊക്കെ പറയുന്നത് വിധി എൻഡോസ് ചെയ്യുന്നത് പോലെ ആവും. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ അത് നിയമ പോരാട്ടോ, ജനകീയ പോരാട്ടോ, അതുപോലെ പ്രതിപക്ഷ കൂട്ടായ്മയൊക്കെ ആയി ഇത്തരം നടപടികളെ ചെറുത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത്. ജനങ്ങൾ 5 കൊല്ലത്തേക്ക്, അതും രാഹുൽ ഗാന്ധി 4 ലക്ഷത്തിലധികം വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. തോന്നുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ അതൊന്നും ജനങ്ങളോട് ചെയ്യുന്ന നീതിയല്ലല്ലോ. അതിന് മാത്രമുള്ള തെറ്റൊന്നും രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല. അതിലും വലിയ പ്രസ്താവന ഇറക്കിയാലൊക്കെ രാജ്യത്ത് നടക്കുകയാണ്, എല്ലാവർക്കും അറിയുന്നതല്ലേ. ശരി.